മുഖത്തുണ്ടാകുന്ന ചുളിവുകളും വരകളുമെല്ലാം ചിലരിലെങ്കിലും വല്ലാത്ത ആശങ്ക ഉണ്ടാക്കും. നമ്മൾ ഈ ഫേസിലൊക്കെ, പ്രത്യേകിച്ച് ഫേസ് കൊണ്ടൊക്കെ ജീവിക്കുന്ന സിനിമാ താരങ്ങൾക്കും ടെലിവിഷൻ താരങ്ങൾക്കും ഒക്കെ ഈ ചില്ലറ പരിക്കളും പഴയ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണെങ്കിൽ പോലും ഉണ്ടായാൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അത് വല്ലാത്ത ആശങ്കയും ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടാക്കും. അതിനെന്താണ് പരിഹാരമെന്നാണെന്ന് ഫാമിലി ഡോക്ടർ പറയുന്നത്. കൊച്ചി PPS ലേക്ക് ഷോർ ആശുപത്രിയിലെ കോസ്മെറ്റിക് സർജൻ ഡോക്ടർ ഹരി മേനോനാണ് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ട ഡോക്ടർ, സ്വാഗതം. ഫാമിലി ഡോക്ടർ supported by VPS Lakeshore. പ്രായമാകുമ്പോൾ ഒരു ഗ്രാജുവലി 40 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് സ്ലോലി ഓരോ ചേഞ്ചസ് വരും. അതായത് നമ്മുടെ ഫേസിലുള്ള ചില ലൈൻസ് ഡീപ്പർ ആവുക, അല്ലെങ്കിൽ കണ്ണിനടിയിൽ ചെറിയ ഹോളോനെസ് വരിക, ബ്രൗ കുറച്ച് താഴത്തേക്ക് വരിക, അല്ലെങ്കിൽ ഫോർഹെഡിൽ ലൈൻസ് വരിക, അങ്ങനെ പലത്. അല്ലെങ്കിൽ ഇവിടെ ചെറിയ ചുളിവ്, നെക്കിൽ ലൂസ് സ്കിൻ, അങ്ങനെയുള്ള ഏജ് റിലേറ്റഡ് ചേഞ്ചസ് വരുന്നതാണ്. അതിനുവേണ്ടി ചില സെഗ്മെൻറ്റ് ഓഫ് ആൾക്കാർ, എല്ലാവർക്കും അതൊരു പ്രോബ്ലം അല്ല. എസ്പെഷ്യലി മീഡിയയിലുള്ളവർ, എപ്പോഴും ക്യാമറയുടെ മുന്നിൽ വരുന്നവർ, അല്ലെങ്കിൽ പബ്ലിക്കിനെ എപ്പോഴും ഫേസ് ചെയ്യേണ്ടവർക്ക് അതൊരു ചെറിയൊരു കോൺഫിഡൻസ് ഇഷ്യൂ ആയിട്ട് വരും. അതിനെപ്പോഴും സർജറി വേണമെന്നില്ല. നോൺ സർജിക്കൽ ആയിട്ടുള്ള ചില ട്രീറ്റ്മെൻറ്റുകളുണ്ട്. ബോട്ടോക്സ്, ഫില്ലേഴ്സ്, ലേസർ ട്രീറ്റ്മെൻറ്റ്, സ്കിൻ ടൈറ്റനിങ് ട്രീറ്റ്മെൻറ്റ്, സർജറി ഇല്ലാണ്ട് ചെയ്യാം. കൂടുതലായിട്ടുള്ള ചേഞ്ചസ് വരുമ്പോഴാണ് ഫേസ് ലിഫ്റ്റ് സർജറി മാതിരിയുള്ള സർജറി, അല്ലെങ്കിൽ ഐലിഡ് സർജറി, ഫേസ് ലിഫ്റ്റ് സർജറി. അതിലൂടെ നമുക്ക് കുറേയും കൂടെ ഒരു യൂത്ത്ഫുൾ ലുക്കും യങ്ങർ ലുക്കും കുറച്ചും കൂടെ ഒരു ബ്രൈറ്റർ ഫ്രഷർ ലുക്ക് നമുക്ക് കിട്ടും. Family Doctor supported by VPS Lakeshore.